നമസ്കാരം. ഭാരതത്തിലെ ചലച്ചിത്രങ്ങളിലൂടെയും സാഹിത്യകൃതികളിലൂടെയും ഒക്കെ കാലാകാലങ്ങളായി നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ പഠിപ്പിക്കുവാൻ ചിലർ പ്രത്യേക താല്പര്യങ്ങളോടെ, നിക്ഷിപ്ത താല്പര്യങ്ങളോടെ ശ്രമിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത് മനുഷ്യസ്നേഹമാണ്. എല്ലാ മതഗ്രന്ഥങ്ങളിലും ഒരേ കാര്യങ്ങളാണുള്ളത്. അതിന് പ്രത്യേകമായിട്ട് ഒരു ബിംബം കാണിക്കുവാനായി ഭഗവത്ഗീത, ഖുറാൻ, ബൈബിൾ ഇവയെല്ലാം അടുത്തടുത്ത് വെച്ച് ഇതെല്ലാം പഠിപ്പിക്കുന്നത് ഒന്നാണ്. ഇത്തരത്തിലുള്ള ഒരു പ്രചാരണം കാലാകാലങ്ങളായി നടക്കുന്നുണ്ട്. അത് ചില നിക്ഷിപ്ത താല്പര്യങ്ങളുള്ള തൽപര കക്ഷികൾ തന്നെയാണത് ചെയ്യുന്നതെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം കാലാകാലങ്ങളായി. പക്ഷേ അത് പരസ്യമായി ഇപ്പോൾ പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഇതൊരു വലിയ കള്ളമാണ്. കാരണം എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത് ഒന്നല്ല. അതിൽ സനാതനധർമ്മത്തിൻ്റെ മേന്മയോ, കൃത്യമായി തന്നെ പറയട്ടെ, സനാതനധർമ്മത്തിൻ്റെ ഒരു മേന്മയെക്കുറിച്ച് എനിക്ക് നല്ല അഭിപ്രായം തന്നെയാണ്. മറ്റ് സെമിറ്റിക് മതങ്ങളെക്കുറിച്ച് അത്ര നല്ല അഭിപ്രായമല്ല. പക്ഷേ ക്രിസ്ത്യാനിറ്റി ആയാലും ഒരു ക്രിസ്തുമതമായാലും ജൂതമതമായാലും ഈ സെമിറ്റിക് മതങ്ങളെന്ന് പറയുന്ന മതങ്ങൾ കാലാകാലങ്ങളിൽ പരിഷ്കാരത്തിന് വിധേയമാകുവാൻ തയ്യാറായ മതങ്ങളാണ്. അത് ചിലത് നേരത്തെ തന്നെ സ്വയം പരിഷ്കരിക്കുവാൻ തയ്യാറായി. ക്രിസ്ത്യ മതം പോലുള്ള മതങ്ങൾ കുറച്ചു കാലം പരിഷ്കാരത്തിനൊന്നും വിധേയരാകുന്നില്ല എന്നുള്ള ഒരു വാശിയോടുകൂടി നിന്നു. പക്ഷേ കാലത്തിനനുസരിച്ച്, കാലത്തിൻ്റെ മാറ്റങ്ങളനുസരിച്ച് അവർ പരിഷ്കാരത്തിന് വിധേയമായി. അങ്ങനെ മാറ്റത്തിന് വിധേയമാകുവാൻ യാതൊരു തരത്തിലും തയ്യാറാകാത്ത ഒരു മതമുണ്ട് എന്ന് അവരുടെ മതപണ്ഡിതന്മാർ തന്നെ അഹങ്കാരത്തോടു കൂടി അവകാശപ്പെടുന്ന ഒരേ ഒരു മതമേ ഉള്ളൂ, അത് ഇസ്ലാം മതമാണ്. ഇപ്പോൾ ഈ മതങ്ങളുടെ കാര്യം എന്തിനാണ് എടുത്തു പറഞ്ഞത്? ഈ അടുത്തിടയിൽ ആരിഫ് ഹുസൈൻ തെരുവോത്ത് പ്രേക്ഷകർക്കെല്ലാം പരിചിതനായ ഒരു വ്യക്തിയായിരിക്കും. അദ്ദേഹം ഒരു കേരളത്തിൽ ഇപ്പോൾ അറിയപ്പെടുന്ന ഒരു യുക്തിവാദിയാണ്, എക്സ് മുസ്ലിമാണ്. അദ്ദേഹം യൂട്യൂബ് ചാനലിൽ കോയ കോളിംഗ് പോലുള്ള വളരെ രസകരമായ എന്നാൽ അറിവ് പകരുന്ന തരത്തിലുള്ള ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള ചില ഇരുണ്ട കോണുകളിലേക്ക് വെളിച്ചം വീശുന്ന തരത്തിലുള്ള പരിപാടികൾ അദ്ദേഹം പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിക്കാറുണ്ട്. അത്തരം ഒരു പരിപാടിയിൽ വന്നൊരു ഫോൺ കോളിനെ കുറിച്ച് ഒരു സുഹൃത്ത് ഫേസ്ബുക്കിൽ കുറിച്ചൊരു കുറിപ്പാണ് ഇതിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. സംഗതി ഇത്രയേ ഉള്ളൂ. ആ കോയ കോളിംഗ് പോലുള്ള പരിപാടികളിലേക്ക് എപ്പോഴും കോയമാർ തന്നെയായിരിക്കും, ആരിഫ് ഹുസൈൻ്റെ ഭാഷയിലെ കോയമാർ തന്നെയായിരിക്കും വിളിക്കുന്നത് എന്ന് നിർബന്ധമൊന്നുമില്ല. ഒരു ലോവർ പ്രൈമറി സ്കൂൾ ടീച്ചർ ഒരിക്കൽ ആ പരിപാടിയിലേക്ക് ആരിഫ് ഹുസൈനെ ഫോണിലൂടെ ബന്ധപ്പെട്ടു. അവർ പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം, ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സമയത്ത് ഈ ടീച്ചർ അവരുടെ കുട്ടിയുമായി ബസ്സിൽ അവരുടെ ഒരു സുഹൃത്തിനോടൊപ്പം യാത്ര ചെയ്യുകയായിരുന്നു. ആ സുഹൃത്ത് മുസ്ലിമാണ്. അവരോട് ഈ സുഹൃത്ത് പറഞ്ഞു, ഓപ്പറേഷൻ സിന്ദൂർ എന്തായാലും നന്നായി, ഇവിടെ വന്ന് ചെയ്തതിന് പകരം ചോദിക്കുക തന്നെയാണ് ഭാരതം ചെയ്യുന്നത്. അവരുടെ സുഹൃത്തിൻ്റെ പ്രതികരണം, അവരങ്ങനെ ചെയ്തു എന്ന് കരുതി ഭാരതം അങ്ങനെ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഭാരതമല്ല, ഇന്ത്യ എന്നാണ് അവർ പറഞ്ഞതെന്നാണ് സുഹൃത്ത് പറയുന്നത്. ഇന്ത്യ അങ്ങനെ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? അപ്പോൾ ഈ ടീച്ചർ സ്വാഭാവികമായി തിരികെ ചോദിച്ചു, അവരിവിടെ വന്ന് നമ്മുടെ ആളുകളെ കൊന്നിട്ടല്ലേ തിരിച്ചടിക്കുന്നത്, അത് നന്നായി എന്ന് പറഞ്ഞപ്പോൾ, അല്ലല്ല, അവരങ്ങനെ എല്ലാവരെയും ഒന്നും കൊന്നില്ലല്ലോ, ആളുകളെ സെഗ്രിഗേറ്റ് ചെയ്ത് കുറച്ച് പേരെയല്ലേ കൊന്നുള്ളൂ എന്നായിരുന്നു അവരുടെ മറുപടി. ടീച്ചർ ഞെട്ടിപ്പോയി. അന്ന് രാത്രി അവർക്ക് ഉറങ്ങുവാൻ സാധിച്ചില്ല. ഈ ഒരു സംഭവം എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്നാണ്. പിന്നെ ഞാൻ പോയി ആ വീഡിയോ കണ്ടു നോക്കി. കൃത്യമായിട്ട് ഇത് തന്നെയാണ്, ഈ സെഗ്രിഗേറ്റ് എന്നുള്ള വാക്കാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റിലും ഈ കുറിപ്പ് കുറിച്ചയാൾ തിരഞ്ഞു പിടിച്ച് സെഗ്രിഗേറ്റ് ചെയ്ത് തന്നെ മാറ്റി നിർത്തിയിരിക്കുന്നു. വേർതിരിച്ച് ഭീകരവാദികൾ, ജിഹാദികൾ കൊന്നു, അതിനെന്തിനാണ് ഭാരതം തിരിച്ചടിക്കുന്നത് പാകിസ്ഥാനിൽ? ഇതായിരുന്നു ആ മുസ്ലിം യുവതിയുടെ അല്ലെങ്കിൽ മുസ്ലിം സുഹൃത്തിൻ്റെ ചോദ്യം ടീച്ചറോട്. ഈ സെഗ്രിഗേറ്റ് ചെയ്ത് ആരെയാണ് ജിഹാദികൾ കൊന്നത്? അവരുടെ കണ്ണിൽ കാഫിറുകളായ, അതായത് മുസ്ലിങ്ങളല്ലാത്ത ആളുകളെ കൃത്യമായി മുസ്ലിങ്ങളുടെ കലിമ, അവരുടെ സത്യവാചകമോ അങ്ങനെ എന്തെങ്കിലും, എന്ത് വേണമെങ്കിലും വിളിക്കാം, അത്തരത്തിലുള്ളൊരു ഉച്ചാരണം അല്ലെങ്കിൽ ഒരു സൂക്തം ചൊല്ലുവാൻ അറിയാമോ എന്ന് ആദ്യം പരിശോധിച്ചു. അങ്ങനെ അറിയാത്തവരുടെ കാര്യത്തിൽ അവരുടെ പാൻറ്റുകൾ ഊരി കൃത്യമായിട്ടൊരു 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ പോലെ സുന്നത്ത് ചെയ്തിട്ടില്ല എന്നുറപ്പ് വരുത്തിയതിന് ശേഷമാണ് 26 പേരെ ഈ ജിഹാദികൾ വെടിവെച്ച് കൊന്നത്. അതിനെയാണ് നിസ്സാരവൽക്കരിച്ച് സെഗ്രിഗേറ്റ് ചെയ്ത് കുറച്ച് പേരെയല്ലേ വെടിവെച്ച് കൊന്നുള്ളൂ, ആ കാഫറുകൾ ചത്താൽ എന്താണ് എന്നുള്ളൊരു മനോഭാവത്തിൽ ഈ മുസ്ലിം ടീച്ചർ, അവരുടെ ടീച്ചറാണെന്നുള്ളത് ആലോചിക്കുക. ലോവർ പ്രൈമറി സ്കൂളിലായിക്കോട്ടെ. പക്ഷെ വളർന്നു വരുന്ന കുട്ടികളെ പഠിപ്പിക്കേണ്ട ഒരു അധ്യാപികയാണ് ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായ പ്രകടനം നടത്തുന്നത്. എന്തുകൊണ്ട് അവരിങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം നടത്തുന്നു? അവരുടേത് ഒറ്റപ്പെട്ട ഒരു അഭിപ്രായ പ്രകടനമാണോ? അല്ല. കാരണം
പറഞ്ഞു കേട്ടതനുസരിച്ച് അവർക്ക് ഈ ലോവർ പ്രൈമറി സ്കൂളിൽ അധ്യാപികയാകുവാനുള്ള യോഗ്യതയെല്ലാം അവർ സ്വാഭാവികമായ രീതിയിൽ നേടിയെടുത്ത്, അതായത് മറ്റുള്ളവർ പഠിക്കുന്നത് പോലെ പഠിച്ച് വളർന്ന് അതിൻ്റെ കൃത്യമായ പരീക്ഷകൾ എഴുതി പാസ്സായി ആ വിദ്യാലയത്തിൽ പഠിപ്പിക്കുവാനായി എത്തിയതാണ്. അതിനപ്പുറത്തേക്ക് മറ്റുള്ളവർക്ക് ലഭിക്കാത്ത എന്ത് അറിവാണ് ഇവർക്ക് ഇങ്ങനെ ഒരു മനോഭാവത്തിലേക്ക് എത്തപ്പെടുവാൻ വേണ്ടി ലഭിച്ചത്? അത് കൃത്യമായിട്ട് അവരുടെ മതപഠനം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, നമ്മളെ പഠിപ്പിച്ചിരുന്നൊരു കള്ളമുണ്ടല്ലോ, എല്ലാം ഒന്നാണ്, എല്ലാം പഠിപ്പിക്കുന്നത് ഒന്നാണ്, മനുഷ്യ സ്നേഹമാണ്. അങ്ങനെയാണ് എന്ന് വിശ്വസിക്കുവാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഈ ലോവർ പ്രൈമറി അധ്യാപിക എന്ന് പറയുന്ന, അതായത് തിരിച്ചടിക്കേണ്ട കാര്യമില്ല, സെഗ്രഗേറ്റ് ചെയ്തല്ലേ ആളുകളെ കൊന്നത് എന്ന് വിശ്വസിക്കുന്ന, തൻ്റെ സുഹൃത്തിനോടത് തുറന്ന് പറയുവാൻ തയ്യാറായ ആ അധ്യാപിക ഒറ്റപ്പെട്ട സംഭവമല്ല, വെന്ത അരിയിലെ ഒരു വറ്റ് മാത്രമാണ്. വേവ് പരിശോധിക്കാൻ അവരെ മാത്രം എടുത്തു നോക്കിയാൽ മതി. കാരണം ഇവർക്ക് സമൂഹത്തിൽ യാതൊരു പ്രാമുഖ്യവുമില്ല. ഇവർ മറ്റേതെങ്കിലും മതപണ്ഡിതന്മാരെ പോലെ, മുജാഹിദ് ബാലുശ്ശേരിയെ പോലെയോ, അല്ലെങ്കിൽ ഇപ്പോൾ പല താത്താമാരും ഇറങ്ങിയിട്ടുണ്ടല്ലോ പൊങ്കാലയിട്ടവരെ മതം പഠിപ്പിക്കുവാനും, പൊങ്കാലയിട്ടതെന്തിനാണ് തെറ്റെന്നറിയണം, അള്ളാഹു പുറക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുവാൻ ഇറങ്ങുന്ന താത്തമാരുണ്ടല്ലോ. അതുപോലെ ഒന്നും സാമൂഹ്യ മാധ്യമങ്ങളിലൊന്നും പ്രാമുഖ്യമുള്ള ഒരു വ്യക്തിയേ അല്ല. സാധാരണക്കാരിൽ സാധാരണക്കാരിയായി ഒരു സമൂഹത്തിൻ്റെ ഇടയിൽ നിന്ന്, നമ്മുടെ സമൂഹത്തിൽ, ഒരു സമുദായത്തിൻ്റെ ഇടയിൽ നിന്ന് നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ കുട്ടികളെ ഭാവിയിലേക്കുള്ള പാഠങ്ങൾ പഠിപ്പിക്കുന്ന ഒരു അധ്യാപികയാണ് ഇത്തരത്തിൽ ചിന്തിക്കുന്നത്. എത്രമാത്രം അപകടകരമായൊരു ചിന്താരീതിയാണ് അവർ തലയിൽ പേറിക്കൊണ്ട് നടക്കുന്നത്. ആ ചിന്താരീതി പൊതുസമൂഹത്തിൽ ഇത്തരത്തിൽ പ്രകടിപ്പിക്കുന്നത് തെറ്റാണ് എന്നുള്ളൊരു ബോധ്യം പോലും ഇല്ലാതെ പെരുമാറുന്നത് എന്നാലോചിച്ച് നോക്കൂ. ഇത്തരത്തിലുള്ള എത്രയധികം ആളുകൾ, എത്ര ആയിരം അല്ലെങ്കിൽ എത്ര 10,000 ആളുകൾ, 10,000 ആളുകൾ നമ്മുടെ സമൂഹത്തിൽ നടമാടുന്നുണ്ടെന്ന് ആലോചിച്ച് നോക്കൂ. ഏതൊക്കെ തരത്തിലായിരിക്കും അവർ വരും തലമുറയെ, ഒരു ലോവർ പ്രൈമറി സ്കൂൾ അധ്യാപികയ്ക്ക് വരും തലമുറയെ സ്വാധീനിക്കുവാനുള്ള ഒരു ആക്സസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ അവർക്കതിനുള്ളൊരു ഒരുക്കങ്ങളുണ്ട്, അതിനുള്ള സജ്ജീകരണങ്ങൾ ഒരുപാട് അവർക്ക് ലഭ്യമായിരിക്കും. ആ ഒരു ആക്സസ് അവർക്ക് കുട്ടികളിലേക്കുണ്ട്. അത് തന്നെ ഏറ്റവും അപകടകരമായൊരു കാര്യമാണ്, അതിലൊരു സംശയവും വേണ്ട. കാരണം ഇത്തരത്തിലുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിൽ നടമാടുമ്പോൾ അതിൻ്റെ കാരണങ്ങൾ എന്താണ് എന്ന് അന്വേഷിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം പലപ്പോഴും ഞാൻ പറയാറുള്ള കാര്യമുണ്ട്. ഈ അധ്യാപിക, ഈ മുസ്ലിം അധ്യാപിക ഇത്തരത്തിൽ സെഗ്രഗേറ്റ് ചെയ്ത ആളെ കൊന്നതിൽ കുഴപ്പമില്ല, കാഫറുകൾ കൊല്ലപ്പെട്ടത് കുഴപ്പമില്ല, അതിന് ഭാരതം തിരിച്ചടിക്കേണ്ട കാര്യമില്ല എന്നുള്ള അഭിപ്രായം കൊണ്ട് നടക്കുന്ന അധ്യാപിക രോഗമല്ല, രോഗലക്ഷണമാണ്. രോഗത്തിനാണ് ചികിത്സ വേണ്ടത്. അത്തരത്തിലുള്ള ചികിത്സ നാം എത്രത്തോളം വൈകിപ്പിക്കുന്നു അത്രത്തോളം സാഹചര്യം കൂടുതൽ വഷളാകുകയും ഒടുവിൽ യുപിയിലും പശ്ചിമ ബംഗാളിലുമൊക്കെ നടത്തുന്ന വലിയ കഠിനക്രിയ ചികിത്സ ഇക്കാര്യത്തിൽ വേണ്ടി വരികയും ചെയ്യുന്നൊരു സാഹചര്യത്തിലേക്കാണ് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഇത്തരം സംഭവങ്ങൾ എന്നെ ചിന്തിപ്പിക്കുവാൻ പ്രേരിപ്പിക്കുന്നു. നിങ്ങൾക്കെന്താണ് ഇക്കാര്യത്തിലുള്ള അഭിപ്രായം എന്നുള്ളത് കമൻറ്റുകളിലൂടെ അറിയിക്കുക. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള അപകടകാരികൾ നിങ്ങളുടെ മക്കൾ പഠിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളായ കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളിലുണ്ടോ എന്നുള്ളത് കൃത്യമായി ഒന്ന് അന്വേഷിച്ച് വയ്ക്കുന്നതും നന്നായിരിക്കും. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന, ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.